2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ പാനലിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുലിനെ പാർട്ടിയിലേക്ക് എടുക്കുവാനുള്ള സാധ്യതകളും വിരളമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ കൈവിടുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവില്ല എന്നും രാഹുലിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുവാനാണ് നേതൃത്വം ആലോചിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന ചില രാഷ്ട്രീയ സൂചനകളും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. രാഹുലിനെ ഈ വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഏറ്റവും അധികം പിന്തുണച്ച രണ്ട് വ്യക്തിത്വങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വാസത്തിലെടുക്കുവാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPI വിട്ട് കോൺഗ്രസിലെത്തിയ വനിതാ നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമെമ്പാടുമുള്ള കോൺഗ്രസ് സൈബർ പ്രൊഫൈലുകൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു താര വനിത കൂടിയായി ശ്രീനാദേവി മാറിയിരിക്കുകയാണ്. ഗണേഷ് കുമാർ വിഷയത്തിലടക്കം ശ്രീനാദേവി നടത്തിയ ശക്തമായ പ്രതികരണങ്ങൾ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. LDFിൻ്റെയും CPMൻ്റെയും സൈബർ ന്യായീകരണ ക്യാപ്സൂളുകളുടെ മുനയൊടിക്കുവാനും ശ്രീനാദേവിയുടെ നിലപാടുകൾക്ക് സാധിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വെടിയുണ്ട പോലെയുള്ള വിമർശന ശരങ്ങളാണ് ഗണേഷ് കുമാർ വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തിവിട്ടത്. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ഗണേഷ് കുമാർ വിഷയത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വേദിയിൽ താരതമ്യം ചെയ്യുവാനും ഇതിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം വ്യക്തമാക്കുവാനും ശ്രീനാദേവിയുടെ നിലപാടുകൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇതിന് പ്രതികാര നടപടി എന്നവണ്ണം അവരുടെ റേഷൻ കാർഡ് റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് സർക്കാർ തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നതും LDFിനും CPMനും CPIക്കും ഒരുപോലെ പ്രതിസന്ധി ഉണ്ടാക്കിയതും നാം കാണുന്നുണ്ട്. അതുപോലെ അടൂർ നിയോജക മണ്ഡലത്തിലേക്ക് CPI കെട്ടിയിറക്കുന്ന വനിതാ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ MG കണ്ണൻ്റെ ഭാര്യയാണ് താൻ എന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വോട്ടുകൾ UDF ക്യാമ്പിൽ നിന്ന് ചോർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ പേരിൽ മാറ്റം വരുത്തിയിട്ടുള്ളതെന്നും ഭർത്താവിൻ്റെ പേര് ഈ കഴിഞ്ഞ 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ തൻ്റെ പേരിനോട് ചേർത്ത് വെച്ചതെന്നും ശ്രീനാദേവി ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുവാനും CPI ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസിലെത്തിയെങ്കിലും ശ്രീനാദേവിയുടെ കഴിവിനെ അംഗീകരിക്കുവാനും അവർക്ക് അതിനുതകുന്ന പ്ലാറ്റ്ഫോമുകൾ നൽകുവാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങളുടെ കൂടെ ഭാഗമായി രാഹുലിനോട് ചേർന്ന് നിൽക്കുന്നവരെയും രാഹുലിനെ പിന്തുണച്ചവരെയും പാർട്ടി കൈവിടില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ പാർട്ടിയിലെത്തി കേവലം 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയ വ്യക്തിത്വം കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. എന്നാൽ ആ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പാർട്ടി ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടം ക്യാമ്പുമായി സമരസപ്പെടുവാനുള്ള കോൺഗ്രസിൻ്റെ ഒരു പച്ചക്കൊടിയാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. രണ്ടാമതായി, രാഹുലിനെ ഏറ്റവും അധികം ഈ വിവാദങ്ങളുണ്ടായ ഘട്ടത്തിൽ പിന്തുണച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു രാഹുൽ ഈശ്വർ. നമുക്കറിയാം, രാഹുൽ ഈശ്വറിൻ്റെ നിലപാടുകൾ പലപ്പോഴും തീവ്രവും ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് അത്ര ലോജിക്കില്ലാതായി തോന്നുന്നതുമാണ്. പുരുഷ കമ്മീഷൻ പോലുള്ള അദ്ദേഹം ഉയർത്തിയ വാദമുഖങ്ങളെ ആദ്യഘട്ടത്തിൽ കേരളം പരിഹാസ രൂപേണയാണ് കണ്ടതെങ്കിൽ പിന്നീട് ഒരു പെൺകുട്ടി ബസ്സിൽ വെച്ച് തന്നെ ശല്യപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടി ഒരു യുവാവിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കിടുകയും അയാൾ ജീവനൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതായിരുന്നു ശരിയെന്ന് കേരളം ചർച്ച ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഈശ്വറിനെ പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. താനും കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ രാഹുൽ ഈശ്വർ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ അയാൾ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വ്യക്തമായി മാധ്യമങ്ങളിലൂടെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തേണ്ടത് UDF ആണെന്നും ഇനി ഒരിക്കൽ കൂടി CPMോ ഇടതുപക്ഷമോ കേരളം ഭരിച്ചാൽ ബംഗാളിൻ്റെ ദുരവസ്ഥയാകും കേരളത്തിനുണ്ടാകാൻ പോകുന്നതെന്നും രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും UDF സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടി സജീവമായി പ്രചരണ രംഗത്ത് വരുവാൻ താൻ തയ്യാറാണെന്ന് കൂടി രാഹുൽ ഈശ്വർ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് നേതൃത്വം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ പ്രഖ്യാപനത്തെ അംഗീകരിക്കുമ്പോൾ രാഹുലിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുക്കുമ്പോൾ അതും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.
വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഈശ്വറും ശ്രീനാദേവി കുഞ്ഞമ്മയും മാത്രമാവില്ല UDFിന് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമാകുക. ഔപചാരികമായി UDFിൻ്റെ ഭാഗമാകുന്നില്ല എങ്കിൽ കൂടിയും അനൗപചാരികമായി സ്വന്തം നിലയിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനും കേരളത്തിൽ UDF മുന്നണിയുടെയും കോൺഗ്രസ് മുന്നണിയുടെയും പ്രചരണത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമായ സംഭാവനകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കേരളത്തിൽ ഇന്ന് സൈബറിടങ്ങളിൽ ഏറ്റവും ആരാധകരുള്ള, സൈബറിടങ്ങളിൽ ഏറ്റവും സ്വീകാര്യതയുള്ള രാഷ്ട്രീയ നേതാവ് ആരെ എന്ന് ചോദിച്ചാലും അതിന് നമുക്ക് ഉത്തരമായി പറയുവാൻ കഴിയുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് UDFും കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് പോകുമ്പോൾ അത് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഗൂഢാലോചനയുണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുവാൻ UDFിൻ്റെ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഒരു തീരുമാനം എടുക്കും എന്നത് തന്നെയാണ് ആ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും സദാചാര മൂല്യങ്ങളിലും താളപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള കേസുകളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും കോൺഗ്രസിനെയും രാഹുലിനെയും ഒരുപോലെ തകർക്കുവാൻ CPMൻ്റെ പാളയത്തിൽ നിന്ന് ഒരുങ്ങിയതാണെന്ന ശക്തമായ സംശയം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലെ പല നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു ചെറുപ്പക്കാരനെ തെറ്റുതിരുത്തി രാഷ്ട്രീയ രംഗത്തേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു മഹാമനസ്കത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവും VK ശ്രീകണ്ഠനുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ താനും എവിടെയെങ്കിലും വെച്ച് രാഹുലിനെ കണ്ടാൽ അയാളുമായി സംസാരിക്കുവാൻ തയ്യാറാകുമെന്നും അതിലെന്താണ് തെറ്റെന്നും VD സതീശൻ മറുപടി പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു പ്രമുഖ നേതാക്കളും ആഗ്രഹിക്കുന്നില്ല. ഇതിന് അവർക്ക് അവരുടേതായ കൃത്യമായ കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, ഏറ്റവും വലിയ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയരുകയും സ്ത്രീ പീഡകനായി ചിത്രീകരിക്കപ്പെടുകയും ഒരു പെൺവേട്ടക്കാരനായി മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഇടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അവരിപ്പോൾ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് ഒരു വടി കൊടുക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ ഈ ഘട്ടത്തിൽ തിരികെ എടുക്കുവാൻ സാധിക്കുകയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം അനുവദിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം രാഹുൽ എന്നേക്കും പാർട്ടിക്ക് പുറത്തു നിൽക്കേണ്ടി വരുമെന്നല്ല എന്ന് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അയാൾ ഒരു കോൺഗ്രസ്സുകാരനായതിനാൽ എപ്പോഴെങ്കിലും പാർട്ടിയിലേക്ക് തിരികെ വരിക, പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് സജീവമാകുക, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ സമവായ നീക്കത്തോട് ഏറ്റവും അനുകൂലമായിട്ടുള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ തിരികെ എത്തുകയും അവിടെ ജനങ്ങൾക്കിടയിൽ സജീവമാകുകയും ചെയ്തുകൊണ്ട് രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ ആത്മസുഹൃത്തു കൂടിയായ രമേശ് പിഷാരടി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധിയായി മത്സരത്തിനിറങ്ങുമ്പോൾ രമേശിന് വേണ്ടി സ്വന്തം നിലയിൽ പ്രചരണം നടത്തുവാൻ രാഹുൽ മാങ്കൂട്ടവും അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. നാം ഓർക്കണം, ശ്രീനാദേവി കുഞ്ഞമ്മയെയും രാഹുൽ ഈശ്വറിനെയും പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാതെ അയാൾ അപരാധിയാണ്, അയാൾ കുറ്റക്കാരനാണെന്ന് നീതിപീഠം വിധി എഴുതുന്നത് വരെ അയാളെ താനൊരു കുറ്റക്കാരനായി കാണുകയില്ല എന്നും മാധ്യമങ്ങളിലൂടെ ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് രമേശ് പിഷാരടി. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്: രാഹുൽ മാങ്കൂട്ടത്തെ കൈവിടുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവില്ല. അതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെയാണ് ശ്രീനാദേവിയെയും രാഹുൽ ഈശ്വറിനെയും രമേശ് പിഷാരടിയെയും എല്ലാം കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.